ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബി കോർണിഷിൽ നിന്ന് അബുദാബി കൾച്ചറൽ തിയേറ്റർ വരെയാണ്. അപ്പോൾ നമുക്ക് കോർണിഷിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. ഫ്രണ്ട്സ്, അബുദാബി വിസിറ്റ് ചെയ്യാനെത്തുന്നവരെല്ലാവരും ഈ വ്യൂ പോയിന്റിൽ ഇറങ്ങാതെ പോവുകയില്ല. കാരണം ഈ വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ അബുദാബി സിറ്റിയുടെ മനോഹാരിത മുഴുവനായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഫോട്ടോസ് എടുക്കാനായി ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. അങ്ങനെയുള്ള കുറേ ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയുകയുള്ളൂ ഇവിടുത്തെ വൈബ് എന്താണെന്നുള്ളത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പഴയ ബോട്ട് വെച്ചിരിക്കുന്നതായി കാണാം. അത് അബുദാബിയുടെ പൈതൃകത്തെ സൂചിപ്പിക്കുന്നു. അവിടെയുള്ള കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ റോഡിന് മറുവശത്തായി എക്സോസ് മറീനായും സ്കൈ ടവർ റെസ്റ്റോറൻറ്റും മറീന മാളും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഹെറിറ്റേജ് വില്ലേജിനടുത്ത് എത്തിയിരിക്കുന്നു. അവിടെ ആ കാണുന്നതാണ് ഹെറിറ്റേജ് വില്ലേജ്. ഇതാണ് ഹെറിറ്റേജ് വില്ലേജിൻ്റെ പ്രധാന പ്രവേശന കവാടം. വില്ലേജ് വിസിറ്റ് ചെയ്യാനെത്തിയ ധാരാളം ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇതാണ് അബുദാബി കൾച്ചറൽ തിയേറ്റർ. ഇവിടെ വലിയൊരു UAE ഫ്ലാഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് UAE തന്നെ ഏറ്റവും വലിയ ഫ്ലാഗുകളിലൊന്നാണ്. എത്ര മനോഹരമായാണ് ചെടികൾ വച്ച് അബുദാബി കൾച്ചറൽ തിയേറ്റർ അലങ്കരിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ കാണുവാൻ. ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താലേ ഇവിടുത്തെ വൈബ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കയാക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായി അതിനായുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അബുദാബി സിറ്റിയുടെ ഭംഗി മുഴുവനായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഫ്രണ്ട്സ്, അവിടെ അങ്ങ് ദൂരെയായി കാണുന്നതാണ് അബുദാബി ലുലു ഐലൻഡ്. ഫ്രണ്ട്സ്, ഇതാണ് അബുദാബി കൾച്ചറൽ തിയേറ്ററിൻ്റെ പ്രധാന പ്രവേശന കവാടം. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൾച്ചറൽ തിയേറ്റർ കണ്ടു മടങ്ങുമ്പോൾ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഇങ്ങനെ ഈ ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുവാൻ. ഇതിൽ ചില ബോട്ടുകൾ കാണുമ്പോൾ നമുക്ക് ചില സിനിമകളിൽ കണ്ടതുപോലെ തോന്നുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ? ലുലു ഐലൻഡിലേക്കുള്ള ബോട്ട് സർവീസ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ്റെ ഒരു
മെമ്മോറിയലും കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.